പാലക്കാട് ഒറ്റപ്പാലത്ത് സേലം സ്വദേശിനിയുടെ മരണത്തിൽ വഴിത്തിരിവ്. തനിക്കൊന്നും അറിയില്ലെന്ന് പോലീസിനോട് ആണയിട്ട് പറഞ്ഞ ഭർത്താവ് അവരെ കൊന്നതാണെന്ന് കണ്ടെത്തി. കൃഷ്ണവേണി കൊലക്കേസിൽ ഭർത്താവ് മണികണ്ഠൻ അറസ്റ്റിൽ. ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് കുറ്റസമ്മതം. 3 ദിവസം മുൻപ് നടന്ന ഈ കൊലപാതകത്തിൽ നിർണായകമായത് ഡോക്ടറുടെ സംശയമാണ്. പ്രണയവിവാഹമായിരുന്നു കൃഷ്ണവേണിയുടെയും മണികണ്ഠന്റേതും. എന്നാൽ ഇരുവർക്കുമിടയിലുള്ള പ്രണയം അധികനാൾ നിന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൃഷ്ണവേണിയെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്ന് ഇരുവരും വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു. ആ നിമിഷം മുതൽ പോലീസ് മണികണ്ഠനെ സംശയിച്ചു തുടങ്ങി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച ശേഷം മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ആദ്യം അയാൾ കുറ്റം സമ്മതിച്ചില്ല. താനിത് ചെയ്തിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞു. ഒടുവിൽ ഒരു ബന്ധുവിന്റെ ജാമ്യത്തിൽ മണികണ്ഠനെ വിട്ടു. പക്ഷേ ഒറ്റപ്പാലം പോലീസ് അയാളെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണവേണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നത്. ശ്വാസം മുട്ടിയാണ് കൃഷ്ണവേണി മരിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ സാധ്യതകളും പോലീസ് തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് വളരെ പെട്ടെന്ന് മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മണികണ്ഠനും ഭാര്യ കൃഷ്ണവേണിയും ശനിയാഴ്ച മദ്യപിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.